ഹായ് ഫ്രണ്ട്സ്, മലയാളീസ് കിച്ചണിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും എല്ലാ സബ്സ്ക്രൈബേഴ്സിനും സ്വാഗതം. ഇന്ന് ചുവന്ന ചീര വെച്ചിട്ട് ഒരു തോരൻ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു തോരനാണ്. ചീര നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നല്ല ഗുണങ്ങളുള്ളതാണ്. നാട്ടുമ്പുറങ്ങളിൽ ഏറ്റവും കിട്ടുന്ന ഒരു സീസണാണ്, ഒരു സീസൺ പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ചീര സമയത്ത് നമ്മളെല്ലാവരും തോരനും അവിയലും ഒക്കെ വെക്കാറുണ്ട്. ഞാൻ ചീര അവിയൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് നമുക്ക് ചീര വെച്ച് തോരൻ നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. എല്ലാവർക്കും അറിയാം, നമുക്ക് ചീര കിട്ടുന്നത് കെട്ട് അല്ലെങ്കിൽ ഒരു പിടി കണക്കാണ്. അങ്ങനെ ഒരു പിടി ചീരയുടെ ഇലയും അതിൻ്റെ ചെറിയ തണ്ടും അരിഞ്ഞതാണ് ഞാനിത്. അപ്പോൾ ഇതിന് ഞാൻ തേങ്ങയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം. പിന്നീട് ഞാൻ എടുത്തിരിക്കുന്ന സവോളയാണ്. സവോളയ്ക്ക് പകരം ചെറിയ ഉള്ളിയാണെങ്കിൽ അതായിരിക്കും ടേസ്റ്റ്. ഞാനിത് കടുക് ഇറക്കാനായിട്ട്, കടുക് താളിച്ച് വെക്കാനായിട്ട് ഒരു ചീൻചട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിത് ഒന്ന് ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഞാൻ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. ഇതിലേക്ക് ഞാൻ ലേശം കടല, ഒരു കടലയുടെ, അപ്പോൾ ഞാൻ കടല ഇട്ടിട്ടുണ്ട്. ഉഴുന്നോ പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് കടുക് താളിക്കുമ്പോൾ ചേർക്കുന്ന ഏത് സീഡ്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിനകത്ത് ജീരകം കൂടി ചേർത്തിട്ടുണ്ട്. കടുക് ഇത് ഇത്രയും കൂടി ഒന്ന് മൂത്ത് അതൊന്ന് പൊട്ടി വരട്ടെ. നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് തേങ്ങയൊന്ന് അരച്ച് ചേർക്കാം. ചീരയ്ക്ക് അധികം വേവില്ലാത്തത് കൊണ്ട് തന്നെ ചീര ഇട്ട് ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് അത് കൂടുതൽ നേരം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചീരയുടെ ഗുണവും കുറയും. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് കുക്ക് ചെയ്തെടുക്കാം. ആദ്യം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊന്ന് വഴണ്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചീര ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് ഞാൻ ഉപ്പ്, മഞ്ഞൾ ഒന്നും ചേർത്തിട്ടില്ല. നമുക്ക് ചീര ഒന്ന് ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ബാക്കിയുള്ള പൊടികൾ ചേർക്കാനുള്ളത് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. പൊടികൾ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. ഞാൻ പച്ചമുളക് അരച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ മുളക് പൊടി ഞാൻ 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. പിന്നീട് ഇതിന് അത്യാവശ്യം എന്ന് പറയുന്നത് ജീരകം. ഞാൻ തേങ്ങ അരച്ചപ്പോൾ ജീരകം ഇട്ടിട്ടില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ 1/2 ടീസ്പൂണോളം ജീരകപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി, ഉപ്പ് വളരെ കുറച്ച് ചേർത്താൽ മതി. കാര്യം ചീര ഒന്ന് ആവി കൊള്ളുമ്പോൾ ഇതൊന്ന് താഴും. അപ്പോൾ ആ ഒരു ടേസ്റ്റ് അനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. നമുക്ക് ജസ്റ്റ് ഒന്ന് ചീര ഒന്ന് താഴ്ന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആവി കയറുമ്പോഴത്തേക്കിനും ഇതിൻ്റെ സൈസ് ഒന്ന് ഹാഫാവും. അപ്പോൾ അതുപോലെ ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് അമർത്തി പൊത്തി വെച്ച് ഒരു മിനിറ്റൊന്നും വേണ്ട, നമുക്കൊന്ന് ആവിയിൽ വേവിക്കും. ഏകദേശം 1 മിനിറ്റ് ഞാൻ എടുത്തില്ല, അതിന് മുമ്പ് തന്നെ ഞാൻ ഇളക്കി. ഇപ്പോൾ നന്നായിട്ട് ചീര വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ കൂടുതൽ ഇത് വേവിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണം പോകത്തേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ അയൺ, വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയ ഒരു നല്ലൊരു ഇലക്കറിയാണ് ചീര. എല്ലാ ഡോക്ടർമാരും എല്ലാ അസുഖത്തിനും പറയുന്നതാണ് ഇലക്കറി കഴിക്കുക എന്നുള്ളത്. അപ്പോൾ എത്രയും കൂടുതൽ നമ്മൾ ഇലക്കറി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, അത് ഏറ്റവും നല്ല ആരോഗ്യത്തോടെയുള്ള ശരീരം നമുക്ക് നൽകുന്നു. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ ഇലക്കറികൾ ഏത് അസുഖമുള്ളവർക്കും എന്ത് അസുഖമുള്ളവർക്കും കഴിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും എല്ലാവരും ചീര വെച്ചിട്ട് അവിയലും തോരനും അതുപോലെയുള്ള ദാലൊക്കെ ഉപയോഗിച്ച് നമുക്ക് ചീര കറിയായിട്ട് യൂസ് ചെയ്യാം, ചപ്പാത്തിക്കും ഒക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇലക്കറി നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിക്കുക. നല്ല ആരോഗ്യത്തോടെ ഇരുന്നാലേ നമുക്ക് ഏറെ നാൾ നന്നായി ജീവിക്കാനൊക്കെ കഴിയത്തുള്ളൂ. അസുഖം പിടിച്ച ജീവിതമൊക്കെ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കണം. അപ്പോൾ നമ്മുടെ ചീര തോരൻ ഏകദേശം ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തേങ്ങ ഇപ്പോൾ ഇട്ടിട്ടേ ഉള്ളൂ. തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടാനായിട്ട് നമുക്കൊന്ന് ഒരു ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഒന്ന് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കാം. ചീരത്തോരൻ പൂർണ്ണമായിട്ടും റെഡിയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്തൊന്നും ചെയ്യാനില്ല. വെളുത്തുള്ളി ഇട്ടത് കൊണ്ട് നല്ല വെളുത്തുള്ളിയുടെ സ്മെല്ലൊക്കെ വരുന്നു. തേങ്ങ നന്നായിട്ട് വെന്ത മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിത് ഫൈനലൊന്നുമില്ല, നമ്മളെല്ലാം കഴിഞ്ഞു. എല്ലാവരും ഈ ചീരത്തോരൻ ട്രൈ ചെയ്ത് നോക്കുക. ഏറ്റവും ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ചീരത്തോരൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വളരെ ഹെൽത്തായിട്ടുള്ള ഈ ഡിഷ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു. ബൈ.